ഈ ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ധ്യ ജോഷി. ഇതെൻ്റെ മകൾ ഏഞ്ചൽ ജോഷി. ഞങ്ങൾ താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ച് താഴേക്കാട് നിന്നാണ് വരുന്നത്, ഇടവാംഗം. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ജൂൺ 7, 2024 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് തലവേദന എന്ന് മാറി. ഒരു 5-10 വർഷം ഉണ്ടായിട്ടുണ്ടായ തലവേദനയായിരുന്നു, അത് മാറി. പിന്നെ ഇടയ്ക്ക് വരുന്ന വയ്യായൊക്കെ ഏതാനും മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മകൾക്ക് കണ്ണുമ്മ കുരു ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, സ്പെറ്റ്സിൻ്റെ വെച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഇതുവരെ ഉടമ്പടി എടുത്തപ്പനെ ഇന്നവരെ വന്നിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ സിട്രീസും കഴിച്ചിരുന്നു മഞ്ഞുമാസമൊക്കെ ആകുമ്പോൾ അലർജി സംബന്ധമായിട്ട്, അതും പൂർണ്ണമായി മാറി. ഇപ്പോൾ ഇതുവരെ അതിന് ശേഷം കഴിച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞങ്ങളുടെ ലോയറിൻ്റെ കയ്യിൽ ഒരു പാമ്പിനെ കണ്ട പോലെയാണ് സ്വപ്നത്തിൽ കണ്ടത്, പാമ്പ് കയ്യിലിരിക്കുന്നതായിട്ട്. പക്ഷേ അത് ഞാനത് ജസ്റ്റ് ഒന്ന് എൻ്റെ മകളോട് പറഞ്ഞു. അവൾ ട്യൂഷൻ കഴിഞ്ഞ് വന്ന നേരത്തായിരുന്നു, യൂണിഫോം മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവൾ സ്റ്റെയർ കേസ് കയറി മോളിൽ പോയി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ആയില്ല, അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഭാഗ്യം കൊണ്ട് അവളെ പപ്പയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്ത് ഞാൻ കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു അണലി പാമ്പ്. ഞങ്ങൾ ഇവളുടെ വയസ്സിനകത്താണ് ഞങ്ങൾ വീട് വെച്ചത്. ഇതേവരെ അങ്ങനെ മുകളിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അത് ക്രയോൺസിൻ്റെ പെട്ടിയിലായിരുന്നു, ഇവളുടെ കയ്യിലായിരുന്നു. ഇവൾ നന്നായി പടം വരയ്ക്കും, അപ്പോൾ ആക്രിലിക് പെയിൻ്റൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സാധനം ക്രയോൺസ് പെട്ടി ഞാൻ തലേദിവസം വൃത്തിയാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി നീക്കി, ചെടിയുടെ അവിടേക്ക് കിടക്കായിരുന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കില്ലേ, അവള് ധ്യാനത്തിന് പോയേക്കായിരുന്നു 10th. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് വന്ന അന്ന് തന്നെയാണ്, ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഒരു നേരത്ത് അപ്പോഴാണ് ഇവള് മോളിൽ പോയിട്ട് ഈ ക്രയോൺസ് പെട്ടി ഫസ്റ്റ് തന്നെ അവളുടെ പടം വരയ്ക്കലാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും മിണ്ടിയില്ല, പോയി ചെയ്ത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞോടുകൂടി വിളി വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പാമ്പ് കയ്യിൽ. അത് ക്രയോൺസ് പെട്ടിയുടെ ആയിരുന്നു, താഴെ ഇവളുടെ ഇതിലേക്കാണ് വീണത്. ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതും ഇവളുടെ കയ്യിൽ വന്നും കൂടി ആയപ്പോൾ ഇവളുടെ യൂണിഫോമിൻ്റെ ഇതും അതേ വേഷം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നല്ല വിശ്വാസമായി. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഈ മാതാവിൻ്റെ മാസമായിരുന്നു ഒക്ടോബർ മാസത്തിൽ. മൊത്തം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. ഞാൻ ഹൗസ് വൈഫാണ്, അപ്പോൾ മെയിനായിട്ട് എൻ്റെ ക്ലീനിങ്ങാണ് പരിപാടി, ചെടികളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മൊത്തം തുറന്നിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്. എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു, അപ്പോൾ അമ്മച്ചിയും ഇതുപോലെ തന്നെ ചീത്ത പറയാറുന്നു, നിനക്ക് എന്നും ഇത് തന്നെയാണ് പണിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം ഇത് തലേദിവസം കയറി ഇരുന്നിട്ടുണ്ടാവണം കിച്ചൺ കബോർഡിൻ്റെ അടിയിലത്തെ സ്റ്റെപ്പില്ല, എല്ലാം കബോർഡ് ഫുള്ളും അടച്ചുറപ്പുള്ളതാണ്. അപ്പോൾ മുകളിലേക്കും ഒരു രക്ഷയ്ക്കും കയറാൻ പറ്റില്ല. പക്ഷേ എന്തോ ബൈ ചാൻസ് അത് കയറിയിരുന്നു, കടിക്കേണ്ടതായിരുന്നു. ഇതുപോലെ തന്നെ ഒരിക്കലും ഇവള് ചെയ്യാത്ത അടുക്കളയിൽ വന്ന് എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയിരുന്ന് പഠിക്കും, ഞാൻ നിന്നാ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യമാണ്. വൈകിട്ട് 9:30 തന്നെ ഇതുപോലെ തന്നെ. അപ്പോൾ ആരുമില്ല, എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. പാമ്പിനെ കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ ആ നേരം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് ഇതുപോലെ തന്നെ ആട്ടി ഒരു നൽകി അതിനെ ഞാൻ തന്നെ പറഞ്ഞയച്ചു. കാരണം വെച്ചാൽ കിച്ചൺ കബോർഡ് തുറന്നുമ്പോൾ തന്നെ നമുക്ക് കണ്ടേക്കുന്നത് പാമ്പിനെ തന്നെ. അതിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തി, ഞങ്ങളെ 2 പേരും രക്ഷപ്പെടുത്തി. കാരണം പിറ്റേ ദിവസം തുറന്നാലും അത് എൻ്റെ കയ്യിലാണ് പെടേണ്ടത്, അല്ലെങ്കിൽ ഇവളുടെ കയ്യിൽ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പിൽ കൊറോണയുടെ സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് കൊറോണ വന്നിരിക്കുന്ന സമയത്തായി എൻ്റെ പേരിൽ എൻ്റെ ഫ്രണ്ട് ഒരു ഗ്രൂപ്പിൽ ചേരണമെന്ന് പറഞ്ഞ്, ഞങ്ങൾ നല്ല ഒരു പ്രവാസികളുടെ പോലത്തെ ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിച്ചത്. ഞാനത് ഒന്നും തന്നെ നോക്കിയില്ല. എനിക്ക് കൊറോണ ആയിരുന്നതിൻ്റെ പേരിൽ ഞാൻ അവൾക്കും കൂടി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്
സൈൻ ചെയ്ത് കൊടുത്തു. ആ സൈൻ മിൻസ് ബുക്കിലല്ലേ എന്ന് ഞാനും വിചാരിച്ചു. ആ സൈൻ ചെയ്ത് കൊടുത്തത് വലിയൊരു അബദ്ധമായിരുന്നു. അവൾക്കും അറിയില്ല, അവൾ ശ്രദ്ധിച്ചിട്ടില്ല. അവളും സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ എങ്ങനത്തെ ആൾക്കാരാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അത് 6 വരെ എത്തി ലാസ്റ്റ്. അതെന്നുവെച്ചാൽ അത് അടയ്ക്കാത്ത ടീമുകളായിരുന്നു. എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ബാങ്കിലെത്തിയതിന് ശേഷം ഒപ്പിട്ടവരൊക്കെ ബാങ്കിൽ വരണം പൈസയുടെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, പക്ഷെ വേണ്ടിയില്ലെങ്കിലും ആ പൈസ ഒപ്പിടണം മറ്റുള്ളവർക്ക് കൊടുക്കാനായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതായപ്പോഴേക്കും ഇത് 6 വരെ എത്തി. അപ്പോൾ അത് ബാങ്കുകാർ തന്നെ പറഞ്ഞു നിങ്ങളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിഞ്ഞോ എന്ന രീതിയിൽ. അപ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒഴിയാനുള്ള കാര്യങ്ങൾ നോക്കി. ലാസ്റ്റ് മെമ്പറെ കണ്ടു. അതിനോടനുബന്ധിച്ച് ഈ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലോൺ ഉള്ളപ്പോൾ വേറൊരു ലോൺ കൊടുക്കില്ല. ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ അത് രക്ഷപ്പെട്ടു. ഞാനത് കൊടുക്കാൻ തോന്നി വേറെ ബാങ്കുകാർക്ക്. ആ ബാങ്കുകാർ പെട്ടു എന്നുള്ള അവസ്ഥയായി. പക്ഷേ എന്നാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, കാരണം ദൈവാനുഗ്രഹം കൊണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതിൽ വെച്ച പൈസ ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ. അത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വിചാരിച്ചത്, കാരണം കിട്ടില്ല ഒരു കാരണവശാലും. പക്ഷേ ആ പൈസ 1 രൂപ പോലും എനിക്ക് നഷ്ടപ്പെടാണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. അതും ചൊവ്വാഴ്ച തന്നെ. ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതും ചൊവ്വാഴ്ച തന്നെ. പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ടെൻഷിപ്പ് ഇതുപോലെ തന്നെ ഒരു സൈനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാ. ഇതുവരെ ഡ്രൈവിംഗ് ഞാൻ ഓടിച്ചിട്ടില്ല വണ്ടി. അതോടുകൂടി നിർത്തി വെച്ചു അത്. കാരണം അത് പറയാനുണ്ടെങ്കിൽ അത് മുഴുവനും ലീഗലായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എന്ന് അമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ്റെ 44 ദിവസത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ആയിരുന്നു അത് ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ 44 ദിവസം എന്ന് പറയുമ്പം സെപ്റ്റംബർ 24-ാം തീയതി വരെ. അതിൽ ഉള്ളിലാണ് 23-ാം തീയതി ലാസ്റ്റ് ദിവസത്തിന് ഒരു ദിവസം മുപ്പാടാണ് എനിക്കൊരു ഫോൺ കോൾ വന്നേ. അതിലൂടെ എനിക്ക് ബാധ്യത ഇല്ലാത്ത രീതിയിൽ മാതാവ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഇനി അത് ലീഗലായിട്ട് ക്ലിയർ ആകുമ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നതാണ്. പിന്നെ എൻ്റെ മകൾക്ക് 10th നല്ല മാർക്കോടുകൂടി പാസ്സായി. അവൾ 10th വരെ പ്രൈവറ്റായിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹമായിരുന്നു ഗവൺമെൻറ്റിൽ പഠിക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ നല്ല അവൾ ആഗ്രഹിച്ച പോലെ വിഷയം ബയോ സയൻസ് തന്നെ എടുത്ത് കിട്ടി. ദൈവം അനുഗ്രഹിച്ചു. പല ആപത്തുകളിൽ നിന്നും ഈ ഉടമ്പടി തൈലം വഴി ഞങ്ങൾ കാശുരൂപം, ഉപ്പ് ഇതൊക്കെ വഴി രക്ഷപ്പെട്ടു. അതിൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് ഇതല്ല, ഇതിനും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ പരിമിതി കൊണ്ട് നമ്മളത് പറയണില്ല മുഴുവനും. അത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സാക്ഷ്യം ഞാൻ ചുരുക്കാണ്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാ മാസവും ശാല സന്ദർശിക്കും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പൈസയായിട്ട് അത് വേറെ. പിന്നെ രോഗികളെ പോയി കാണും. ഹോസ്പിറ്റലിൽ കുറച്ച് പോകാറുള്ളൂ, കാരണം രോഗികളായിട്ട് വീടുകളിലും ഉള്ളവർക്കുണ്ടാവും പൈസയായിട്ട് സഹായമുള്ളത്. പിന്നെ എല്ലാ ആഴ്ചയിലും ഫുഡ് ഒരു അപ്പൂപ്പൻ അതെന്ന് പറയാം എന്ന് വന്നാലും ഫുഡ് റെഡിയാണ്. പക്ഷേ ചൊവ്വാഴ്ച ദിവസം ഉണ്ടാവില്ല, കാരണം ഞാൻ ധ്യാനം കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണോ ധ്യാനം ഇരിക്കണേ അതുപോലെ ആര് വന്നാലും ഞാൻ വാതിൽ തുറക്കില്ല. അവർ വന്നാലും, കാരണം പപ്പ വന്നു കഴിഞ്ഞാൽ വേറെ താക്കോലിട്ട് അപ്പുറത്തൂടെ തുറന്നു പോരും. ഇവളാണെങ്കിൽ അവിടെ സൈലൻ്റായിട്ട് ഇരുന്നോളും. പിന്നെ ആരും അങ്ങനെ വരില്ല അങ്ങനത്തെ ചൊവ്വാഴ്ച ദിവസം. കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പത്രം കൊടുക്കാറുണ്ട്. പിന്നെ അഥവാ എന്തെങ്കിലും ഇവിടെ പറയുന്ന എല്ലാ കാര്യത്തിലും, അതുപോലെ ഉപവാസം, പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ വഴി ഭർത്താവിനും വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹവും അത്യാവശ്യം വിശ്വാസത്തിലായി. മകൾക്ക് അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് അവൾ ഉടമ്പടി എടുത്തു. +1 പഠിക്കുന്നത്.
കാരണം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കണ്ടിട്ടുമാണ് അവളും അതെടുത്തത്. പറയുമ്പോൾ ചെറിയൊരു കാര്യം തോന്നും, പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. കാരണം പുറമേ ഉള്ളവർ ഇപ്പോൾ പറയരുത്, നോക്കുമ്പോൾ നിങ്ങൾക്ക് കാശുണ്ട്, ആ പൈസ കൊടുത്ത് അത് ഇതാക്കാലോ, നിസ്സാര പൈസയല്ലേ. പക്ഷെ അത് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന വിഷമം ഭയങ്കര വലുതായിരുന്നു. കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്, എനിക്ക് ജോലിയില്ല. പക്ഷേ അത് അപ്പം എൻ്റെ ഭർത്താവിൻ്റെ പൈസയാണ് ഇത് പോകുമ്പോൾ അത് ഞാൻ കാരണം എന്ന രീതിയിൽ അതൊരു കുറ്റബോധം തന്നെയായിരുന്നു എനിക്കത് പറയുമ്പോൾ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട്, അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്, അധികമല്ല, എന്നാലും കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ദൈവം തന്നെ തുറന്നു തന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ബിന്ധ്യ ജോഷി എന്ന ഈ അമ്മയും ഏഞ്ചൽ ജോഷി എന്ന മകളും ഇവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുകയാണ്. 10 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ നിരന്തരമായ തലവേദന, അവരതിന് ഉപയോഗിച്ച മരുന്നുകൾ, ആശുപത്രികൾ എല്ലാം വളരെ ചുരുക്ക സമയം കൊണ്ടാണ് ഉടമ്പടി വസ്തുക്കളിലൂടെ, നേർച്ച വസ്തുക്കളിലൂടെ അവർക്ക് സൗഖ്യം ലഭിച്ചതെന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ അവർക്ക് സ്വപ്ന ദർശനങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വെളിവാക്കി കൊടുക്കുകയും എല്ലാ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ ദൈവാനുഭവം അവർക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. ബിന്ധ്യ ജോഷി പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതാണ്. അവരുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത അവർ വളരെയധികം പ്രാർത്ഥിച്ച്, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്തുള്ള എല്ലാ വേസ്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോകുവാനും അവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാനും സാധിച്ചു. അതോടുകൂടി അവരുടെ വീടും പരിസരവും വളരെ സ്വസ്ഥമാവുകയും വളരെ ശാന്തമാവുകയും പരിശുദ്ധ അമ്മയുടെ പാമ്പുകളിൽ നിന്നുള്ള വലിയ ശല്യത്തെ പരിശുദ്ധ അമ്മ അവരുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നാം പ്രാർത്ഥനയിലൂടെ ജീവിക്കുമ്പോൾ, നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ അധികാരത്തെയാണ് ഈശോ നമുക്ക് ദിവ്യവചനത്തിലൂടെ ലൂക്കാ 10:19 നമുക്ക് നൽകും. നിങ്ങൾ പാമ്പുകളുടെയും തേളുകളുടെയും ചവിട്ടി നടന്നാലും നിങ്ങളെ വിഷം തീണ്ടിയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഈശോ നമുക്ക് അധികാരം നൽകുന്നത് അതുകൊണ്ടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പവർ സ്റ്റേഷനാണ്. ഈ പ്രാർത്ഥനയിൽ നിന്ന് ഉയരുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സൗഖ്യവും സംരക്ഷണവും വളരെ വലുതാണെന്ന് നാം അറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നാം അറിവില്ലാതെ, മകൾ പറയുകയായിരുന്നു, ബിന്ധ്യ പറയുന്നത്, അറിവില്ലാതെ ചെന്നുപെട്ടുപോയ ചില കേസുകളിലെല്ലാം എങ്ങനെ തലയൂരി പോരണമെന്ന് പോലും പരിശുദ്ധ അമ്മ വഴി നയിക്കുകയും സാമ്പത്തിക പ്രതിസന്ധികളൊന്നും കൂടാതെ തന്നെ അറിവില്ലായ്മ പോലും ഈശോ നമ്മെ സംരക്ഷിക്കുന്ന രീതികളെയെല്ലാം ഈ മകളേറ്റു പറയുകയായിരുന്നു. നാം ഉടമ്പടിയിലാണെങ്കിൽ സംരക്ഷണം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ സൗഖ്യങ്ങളും സമാധാനവും ഐശ്വര്യവും എല്ലാം ഈശോ നമുക്ക് നൽകുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.